എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല കപ്പലണ്ടി തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിൽ 2 കപ്പ് തൊലിയോട് കൂടിയ പച്ചക്കപ്പലുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഊറ്റിയെടുക്കാം കേട്ടോ. ഇത് കഴുകിയെടുക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതിലത്തെ അഴുക്ക് കാര്യങ്ങളൊക്കെ പോവും. പിന്നെ ഇതിനൊരു നനവ് വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കണ മസാല ഇതിൽ നന്നായിട്ട് തന്നെ കോട്ടായിട്ടിരിക്കും. കഴുകി ഊറ്റിയെടുത്ത കപ്പലുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അരച്ചെടുത്തതായാലും മതി കേട്ടോ. പേസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് പൊടികളും ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ ചേർക്കണത്. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സാധാരണ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കണത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വരും. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൈ വെച്ചിട്ടാണെങ്കിലോ സ്പൂൺ വെച്ചിട്ടാണെങ്കിലോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് ഇതുപോലെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണത്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് തെളിച്ച് കൊടുക്കാം. ഞാൻ അവസാനം പറയാം എത്ര വെള്ളം ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളത്. ഒരുമിച്ച് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെ ഇരിക്കും. കപ്പലണ്ടി ഇങ്ങനെ എന്താ പറയുക, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലിരിക്കും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ രീതിയിൽ. ഇപ്പോഴും കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിനിപ്പോൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതുപോലെ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിതിൽ കറക്റ്റായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അവസാന സ്റ്റേജിലേക്ക് ആകുമ്പോൾ സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചോ മിക്സ് ചെയ്തെടുക്കണേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കോട്ടായിട്ട് വരും. ഇതിൽ തീരെ പൊടി ഉണ്ടാവാൻ പാടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ കോട്ടായിട്ട് വരണം. പിന്നെ തൊലിയില്ലാത്ത കപ്പലണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോട്ടായിട്ട് വരില്ല കേട്ടോ കറക്റ്റായിട്ട്. ഇതിലിപ്പോൾ ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊലിയില്ലാത്ത കപ്പലണ്ടി കണ്ടില്ലേ, കറക്റ്റായിട്ട് കോട്ടായിട്ടില്ല. അപ്പോൾ തൊലിയുള്ള കപ്പലണ്ടി തന്നെ ഉപയോഗിക്കുക അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ചൂടാവണ ആ സമയം വെച്ചാലും മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. പെരിഞ്ചീരകം ഒന്നില്ലെങ്കിൽ മുഴുവനോട് കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലവർ സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്സ്, അതും ചേർത്ത് കൊടുക്കാറുണ്ട്.
അപ്പോൾ അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓരോന്നും ഇതുപോലെ കിട്ടില്ല. അതായത് കട്ട പിടിച്ചിരിക്കും. നമുക്ക് പിന്നെ എടുത്തിടാൻ പറ്റില്ല. ഓരോന്നും എടുത്തിടേണ്ടി വരും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ വെള്ളം എപ്പോഴും ആദ്യം കുറച്ച് ഒഴിക്കുക കേട്ടോ. പിന്നെ എങ്ങാനും കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ പൊടികളൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ വെള്ളത്തിൻ്റെ അളവ് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ കറിവേപ്പില ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, കറിവേപ്പില ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കിച്ചൺ ഡിഷിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കപ്പലണ്ടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഇട്ട് കൊടുത്ത അപ്പോൾ തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാതിരിക്കുക. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കപ്പലണ്ടി വറുത്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഡാർക്ക് ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ അതാണ് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ. തിരിച്ചു മറിച്ചും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ബാച്ച് കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കപ്പലണ്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കപ്പലിൻ്റെയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശായിട്ട് തന്നെ. അതിനുശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് മതി. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മറ്റൊരു അടിപൊളി റെസിപ്പി